നമ്മൾ നമ്മുടെ ടാങ്കൊക്കെ മൂടിയിടാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ടാങ്കെല്ലാം മൂടിയിലേക്ക് നമ്മുടെ മീനുകളെല്ലാം ചാടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടാങ്കെല്ലാം മൂടി മൊത്തം പ്രകൃതിയൊക്കെ മാറി നല്ല മഴയാണ്. അപ്പോൾ വെള്ളം നിൽക്കാണ്ട് ടാങ്ക് നിറയാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓവർഫ്ലോ ഉള്ള ടാങ്കുകളെല്ലാം നമ്മൾ കൂട്ടി വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. ഒരു സെറ്റ് മഴ പെയ്ത് തോർന്നു. നമ്മൾ നമ്മുടെ മീനുകളെയൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ ഗോൾഡൻ മൈക്രോ പെലറ്റ്സാണ്. ഇതിൻ്റെ വീഡിയോ കിട്ടാൻ വളരെ പാടാണ്. കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ വെള്ളം ആൽഗെ ഫോംഡാണ്. നമ്മളിവനിപ്പോൾ ചിക്കൻ ലിവർ ഫീഡ് ചെയ്തേ ഉള്ളൂ. പുള്ളി നൈസ് ടോപ്പിൽ വന്ന് നിൽക്കുവാണ്. അതുപോലെ നമുക്ക് നോർമൽ മൈക്രോ പെലറ്റ്സും ഉണ്ട് കേട്ടോ. അവരൊരു 4 പീസ് നമുക്ക് കിടപ്പുണ്ട്. ഓൾമോസ്റ്റ് 1 ഫീറ്റ് എത്തിയതാണ് 4 പേരും. നമുക്കെല്ലാവർക്കും നമ്മൾ ചിക്കൻ ലിവർ ഫീഡ് ചെയ്തതാണ് മഴയ്ക്ക് മുന്നേ തന്നെ. എന്നാലും അവർ ആക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ. അവർക്ക് ഭയങ്കര ഹണ്ടിങ്ങിന് പേര് കിട്ടവന്മാർ. അതുപോലെ നമ്മുടെ സ്നേക്ക് വെറൈറ്റീസ് ഒരുപാടുണ്ട്. ആൽബിനോ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മൾ എടുത്തായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ. റെഡ് ഐസ് ഉള്ള നമ്മുടെ നോർമൽ വരാല് തന്നെയാണ് ഇവർ. വൈറ്റ് കളർ കയറുന്നേ ഉള്ളൂ. റെഡ് ഐസാണ് ആൽബിനോ വരാല്. അത് തന്നെ സംഭവം. ഇവർ നല്ല രീതിയിൽ തന്നെ നമ്മളോട് കിടക്കും കേട്ടോ. ചെറിയ സൈസാണ്. ഒരു 6-7 സൈസേ ഉള്ളൂ. എന്നാൽ പോലും നല്ല രീതിയിൽ ടൈംഡാണ്. നാടൻ വരാലും ഒട്ടും മോശമല്ല. നമ്മൾ ടാങ്കിലിട്ട് വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇണങ്ങുന്ന ജീവിയാണ്. ഇവരൊരു ഡാർക്ക് അറ്റ്മോസ്ഫിയറിലായിട്ടിരിക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടാങ്ക് നിൽക്കുന്നതിൻ്റെ മുകളിൽ നിറച്ച് ചെടി പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ആ ചെടി കാരണം മൊത്തം ഒരു നാച്ചുറൽ സെറ്റപ്പിലായതുകൊണ്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളർ കയറും. നമ്മുടെ ഫ്ലോറിഡക്കാരാണ് ഇത്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടാറില്ല. അത്യാവശ്യം റേറ്റുള്ളൊരു ഫിഷാണ്. ഇപ്പോൾ ഇത് കുഞ്ഞിലെ നമുക്ക് അധികം ഡിമാൻഡില്ലാത്ത സമയത്ത് നമ്മൾ എടുത്തതാണ് ഇതിനെ. ഇപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൽബിനോയ്ക്ക് ഭയങ്കര റേറ്റാണ്. നമ്മുടെ ആൽബിനോ ഗാറിനേക്കാളും കൂടുതൽ റേറ്റാണ്. ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് സൈസിനൊക്കെ 5000 രൂപയൊക്കെ ഇതിൻ്റെ ആൽബിനോയ്ക്ക് ചോദിക്കണത്. അത് അത്യാവശ്യം നല്ല റേറ്റായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ ഗപ്പീസ് ബ്രീഡായിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മെയിലും പിന്നെ 2 ഫീമെയിലും കൂടിയാണ് എടുത്തേച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങളാണ്. ഇവർ ഫസ്റ്റ് ബ്രീഡിങ് നടന്നിട്ടുണ്ട്. മെയിലിൻ്റെ ചിറകൊക്കെ കണ്ടോ ഗൈസ്. അവരുടെ ബ്ലൂ കളറിൽ ഫിൻ നല്ല അടിപൊളിയായിട്ടുള്ള. റെഡ് ടെയിൽ ഇച്ചിരി ചെറുതാണെന്ന് എനിക്ക് തോന്നണത്. അവരുടെ ഫീമെയിലാണെങ്കിൽ അതിന് അവരുടെ ടെയിലേ മാത്രമേ ഇച്ചിരി റെഡ് കളർ കയറിയിട്ടുണ്ടോ. പിന്നെ മുകളിലത്തെ ടോപ്പിലെ ഫിന്നിലും ചെറുതായിട്ടൊരു വൈറ്റ് ഷെയ്ഡ് കയറിയിട്ടുണ്ടാവുള്ളൂ. അവൾ ഇത് 2ാമത്തതാണ്. ഇതും ബ്രീഡാകാറായിരിക്കുവാണ്. നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നേ. അത് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. വേറൊരു ടാങ്കിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണേ. ഇവർ ഇച്ചിരി സൈസായതാണ്. നമ്മുടെ അടുത്ത മഴക്കുള്ള പുറപ്പാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. നമ്മൾ മഴ വരുന്ന കാര്യം നമ്മളറിയുന്നതിനേക്കാളും മുന്നേ അറിയുന്ന കുറച്ച് ജീവികളുണ്ട്. അപ്പോൾ അവർ ആദ്യമേ ഓടി രക്ഷപ്പെടണം കണ്ടോ. ഇത്രയും ഇലകളൊക്കെ വീണ് കിടക്കുന്ന കാരണം നമ്മുടെ ടാങ്കുകളിൽ ഫിഷുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസില്ല. അപ്പോൾ ഈ ടാങ്കും ഇതുപോലുള്ള ടാങ്കുകളിലൊക്കെ നമ്മൾ ഫിഷിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ടാങ്ക് പോലെ നമ്മൾ വെറുതെ വെച്ചിട്ടില്ല. നമ്മുടെ ഈ ടാങ്കിൽ ഗപ്പീസിനെ എടുത്തിട്ടുണ്ട്. നമ്മൾ മിസ്റ്റർ ഗപ്പീസിനെ അതുപോലെ നമ്മൾ ടാങ്ക് എല്ലാം കവർ ചെയ്ത് വെക്കണം. വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കവറിങ് എല്ലാം മാറ്റുന്നത്. ടാങ്ക് നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തൊക്കെ നമ്മുടെ റെഡ് ടെയിൽ കാറ്റ് ഫിഷും എല്ലാം ഉള്ളതാണ്. സ്നേക്കേഴ്സിൻ്റെ ടാങ്കാണ്. ചെറിയൊരു ഹോള് പോലും അവർക്ക് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ടാക്കും. ഇതിൻ്റെ അടുത്ത് നമ്മൾ കിടാന കിടപ്പുണ്ട്. മൈക്രോ പെലറ്റ്സൊക്കെ ഉണ്ട്. ഗപ്പീസ് നമ്മുടെ ചെന്ന യെല്ലോ സെൻട്രം ഇതൊരു പുലിഭാഗം കിടപ്പുണ്ട്. അതിനാണ് നമ്മുടെ ചെന്ന ആൽബിനോസ്ട്രൈറ്റ് കിടക്കുന്നത്. നമ്മളിവരുടെ ഗൗരവീസിൻ്റെ ടാങ്കിൻ്റെ പുറത്ത് നിലകളൊന്നും പെറുക്കി കളയാറൊന്നുമില്ല. അത് കിടന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് പുല്ലുകളൊക്കെ കിളത്തിട്ടുണ്ട്. അപ്പോൾ അതിവർക്ക് നല്ലൊരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ
അത്യാവശ്യം നമ്മൾ പ്ലാന്റ്സ് എല്ലാ ടാങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഗൗരാമീസ് തുടങ്ങിയ പോണ്ടാണ്, ഓൾമോസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഹലോ ഗൈസ്, മഴയൊക്കെ പെയ്ത് തുറന്നു. നമ്മൾ ടാങ്കിലൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ടാങ്ക്. മഴ പെയ്യുന്ന സമയത്ത് മീനുകൾ ചാടാൻ ചാൻസ് കൂടുതലാണ്, എസ്പെഷ്യലി നമ്മുടെ മോൺസ്റ്റർ ഫിഷസ്. അപ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിച്ച് കേട്ടോ, അവർ ചാടി പുറത്തേക്കാണ് കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കിയേക്കണം. മൈക്രോപെൽസിൻ്റെ ഇത് കിടപ്പുണ്ട്. നമ്മുടെ പുലിവാഗൻ ഇട്ടിരിക്കുന്ന പോണ്ടാണ്. അപ്പുറത്ത് നമ്മുടെ ചെന്ന സ്ട്രേറ്റ, ഒരു പോകാൻ ചാൻസ് ഇല്ല. ചെന്ന സ്ട്രേറ്റയുടെ കറക്റ്റ് ഒരു വൈൽഡ് അറ്റ്മോസ്ഫിയറിലാണ് കിടക്കുന്നത്, കാട് ഒന്ന് മൂടിയൊക്കെ കിടക്കുന്നത്. ഇത് നമ്മുടെ യെല്ലോ സെൻട്രം, ഇതിൽ പിരാന, ഗപ്പീസ്, അതിൽ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങൾ, ഇതിലും പിരാന, അതിനകത്ത് റെഡ് ബരീട്ടോ, ഇതിലത്തെ റെഡ് മാരി, അതിനകത്ത് റെഡ് കാറ്റ് ഫിഷ്, ഫ്ലോറിഡ ഗാറ്, ഓസ്കർ ഫിഷ്, പിന്നെ ജെയിൻ ഗൗരാമി, ഇതിലത്തെ റെഡ് കാറ്റ് ഫിഷ്, ഫൈബ്രിഷ് എൽനോസും, ഇതിനകത്തും യെല്ലോ സെൻറ്ററാണ്. അതിനകത്ത് ഗോൾഡൻ മൈക്രോപെലറ്റ്സ്, ഗോൾഡൻ അലിഗേറ്റർ ഗാർ, നമ്മുടെ ആൽബിനോ, അതുപോലെ ബ്ലാക്ക് അലിഗേറ്റർ ഗാറും ഉണ്ട്. അതിനകത്ത് ഗൗരാമീസിൻ്റെ ബേബീസാണ്. പിന്നെ ഒരു ഗോൾഡൻ ചെന്ന മൈക്രോപെലറ്റ്സ് നമുക്ക് അവിടെ കിടപ്പുണ്ട്. അവിടുത്തെ ഒരു ടാങ്ക് കിടപ്പുണ്ട്, ആ പോർഷനിലേക്ക് ഒരു ടാങ്ക് കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും പേര് സേഫാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോകും. നമ്മൾ മീനൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ വൈകിട്ട് മഴയൊക്കെ പെയ്ത് വെച്ച സമയത്ത് ഇങ്ങനെ ടാങ്കിട്ടൊക്കെ നോക്കി മീനുകളൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും മനസ്സിൽ ചെറിയ സമാധാനം കിട്ടും. അതൊക്കെയാണ് ഈ ഹോബിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് തോന്നുന്നത്. ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന മോൺസ്റ്റേഴ്സൊക്കെ ഏതെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ട് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്, ചത്തു പോയിട്ടുണ്ട് അങ്ങനെ കൂടുതൽ. അപ്പോൾ അതുപോലത്തെ നെഗറ്റീവ്സ് ഉണ്ടാകും. പിന്നെ ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്നതുകൊണ്ട് നമ്മളതിൽ തളരത്തില്ല. നമ്മൾ പിന്നെ അടുത്തത് മേടിക്കും, വളർത്തി വലുതാക്കും. അതിൻ്റെ വാശി അതുകൊണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്താൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഹോബിയുടെ ഒരു ശീലം. നമുക്ക് ഇവരെ കൂടാതെ നമ്മുടെ പോണ്ടിൽ ഗൗരാമീസൊക്കെ കിടപ്പുണ്ടേ. ഇതാണ് നമ്മുടെ പോണ്ട്. ഈ പോണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഈ പോണ്ടിലാണ് നമ്മുടെ അരാപ്പയ്മ പണ്ട് കിടന്നു വെച്ചത്. അവർ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. ഒരു അരികട്ടക്കാരാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ഒരു സ്ട്രൈക്ക് ചെയ്തായിരുന്നേ. അടുത്ത വാട്ടർ ബോഡീസിലൊന്നും നമ്മൾ വെറുതെ കിടക്കാൻ സമ്മതിച്ചിട്ട് എല്ലാത്തിലും നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട്. വെറുതെ കിടക്കുന്ന ഒരു ബക്കറ്റാണെങ്കിൽ അതിനകത്ത് 2 ഗപ്പീസാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നമ്മുടെ മുഷീന്, പിന്നെ 4 വൈറ്റ് ഷാർക്ക് കിടപ്പുണ്ട്, പിന്നെ ഒരു സ്നേക്കഡ് ഫിഷ് കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ ഇട്ട് നടത്തിയിരിക്കുന്നത് നമ്മളൊരു ഫിഷ് ഹോബിസ്റ്റ് എന്നുള്ള രീതിക്ക് നമ്മുടെ ഇവിടുത്തെ വാട്ടർ ബോഡീസ് ഒന്നും വെറുതെ കിടക്കാൻ സമ്മതിക്കത്തില്ല. എല്ലായിടത്തും മീൻ. അധികം കാണാൻ കിട്ടാറില്ലാത്ത നമ്മുടെ ഗോൾഡൻ മൈക്രോപെലറ്റ്സ് ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഫ്രണ്ടിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ ടാങ്ക് മാറ്റിയതിന് ശേഷം പേടിച്ചൊക്കെ നിന്നേച്ചത്. അപ്പോൾ നമ്മളിന്ന് ഫീഡൊക്കെ കൊടുത്തായിരുന്നു, ചിക്കൻ ലിവറാണ് ഫീഡ് ചെയ്തത്. അപ്പോൾ ആൾ ടാങ്കിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എടുത്ത കുറച്ച് വിഷ്വൽസാണ്. ആ ഇഞ്ചുറി പറ്റിയത് ചുണ്ടിൻ്റെ ഫ്രണ്ടിലുള്ളതൊക്കെ പുറത്ത് വരുന്നുണ്ട്. ആൾ ഓക്കെ ആകും. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫിഷാണിത്. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഗപ്പി പോണ്ട് കുറേ ഒരു ബേസിനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇവിടെ വെള്ളം ഒന്നും വെറുതെ കിടക്കാൻ സമ്മതിക്കത്തില്ല, എല്ലാത്തിലും മീനിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ പ്ലാന്റ്സ് ഒക്കെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മുടെ മോളീസൊക്കെ നല്ലപോലെ ആക്റ്റീവായി. ഈ റെഡ് മോളീസ് ബ്രീഡായാൽ കൊള്ളായിരുന്നു. ഇതിൻ്റെ മെയിലും ഫീമെയിലും അറിയണം എങ്ങനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് എനിക്ക് തന്നെ അറിയാൻ പാടില്ല റെഡ് മോളീസിൻ്റെത്. നേരത്തെ എനിക്ക് ഈ സോട്ടെയിൽ എന്ന് പറഞ്ഞ ബ്രീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ മെയിലിൽ ഒരു ടെയിൽ ഇച്ചിരി എക്സ്റ്റെൻഡായി ബാക്കിലോട്ട് ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇതെല്ലാത്തിൻ്റെയും അത് ഒരുപോലെ ഇരിക്കുന്നത്. പിന്നെ ആൽബിനോ ഐസാണ്, റെഡ് ഐസാണ്. നമ്മുടെ മിക്സഡ് ഗപ്പീസിനൊക്കെ ഇത്രയും ഭംഗിയുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ടോപ്പ് വ്യൂ കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പാറ്റേൺ ശ്രദ്ധിച്ചോളൂ. പച്ച ഡിസൈനുണ്ട്. ഓ ഗൈസ്, അത് കണ്ടോ? നിങ്ങൾ കണ്ടോ ഗൈസ്? മിക്സഡ് ഗപ്പിയാ. ഓ ഈ സിമെൻറ്റ് ബ്ലോക്ക് അവിടെ കിടന്നിട്ട് അപ്പത്തേൽ പൂപ്പര പിടിച്ചപ്പോൾ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. എൻ്റെ സൈഡിലൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ മണി പ്ലാന്റൊക്കെ വെച്ചപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ കഴിയാവുന്നത് നമ്മുടെ ടാങ്കിന് ചുറ്റിനും ഇച്ചിരി ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. നമ്മുടെ
ആമസോൺ സോഡാണേ. അതും ഈ മണി പ്ലാന്റൊക്കെ അത്യാവശ്യം വാട്ടർ പ്ലാന്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റീലിലൊക്കെ വരുന്ന തരം പൂവാണിത്. അതൊരു വൈൽഡ് പൂവാണ്. സൂര്യകാന്തി പോലെ ഇരിക്കുമ്പോൾ ചെറിയൊരു തരം പൂവാണ്. നിറച്ചുണ്ടാകും കേട്ടോ. ഇവിടെ കുളത്തിൻ്റെ കടവിലുണ്ട് നിറച്ച്. നമ്മുടെ ഗൗരാമീസിൻ്റെ കുഞ്ഞുങ്ങളെ മേടിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ഫീഡ് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റായിട്ട് ആഡ് ചെയ്യുന്ന രണ്ട് സാധനത്തിൽ ഒന്ന് ഇതുപോലെ ഇൻസെക്ട്സ് ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇൻസെക്ട്സും പിന്നെ ഈ ഫ്ലവറിൻ്റെ ചെമ്പരത്തിയുടെ പെറ്റൽസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോഴിക്കാർപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ. കോഴിക്കാർപ്പ് നമുക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് ഫിഷാണ്, ഓർണമെൻ്റൽ ഫിഷുകളിൽ. ഇവർ പിന്നെ പണ്ട് തൊട്ടേ നാച്ചുറലി സെറ്റിൽഡാണ്. റെഡ്ടെയിലാണെങ്കിലും ഗൗരാമി ആണെങ്കിലും ഓസ്കർ ആണെങ്കിലും ഫ്ലോറിഡക്കാർ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്ലോറിഡക്കാരാണ്. ഇവന് പേടി മാറി. ഇവരുടെ കൂടെ നമ്മൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ സെറ്റ് ചെയ്ത് ആഡ് ചെയ്തതാണ്. നമുക്കൊരു പീകോക്ക് ബാസിനെ കൂടി ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സൈസിലുള്ള പീകോക്ക് ബാസിനെ അങ്ങനെ കിട്ടാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഉണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റുമാണ്. അതുകൊണ്ട് നമ്മൾ പീകോക്ക് ബാസിനോടെ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഓസ്കാർ ഇവിടെ നിൽക്കാം. കൊണ്ടുപോകാന്ന് തോന്നുന്നത്. ബാടി പുള്ളി അവൻ്റെ മുഖത്ത് വീഴുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു. ണെങ്കിൽ ഒരു അത്യാവശ്യം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ടാങ്കിലേക്ക് നമ്മളൊരു പീകോക്ക് ബാസിനെ കൂടി ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് പുറകെ എന്തായാലും വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.